നമ്മളൊരു ജോലി നേടണം എന്ന് നമ്മൾ വാശിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വഴികൾ മൊത്തം നമ്മൾ കണ്ടെത്തും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എക്സാം ടഫായിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിയാലോ. ഇപ്പോൾ എക്സാം ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ടൈം ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം 12 മണിക്കൂർ പഠിക്കണം, 15 മണിക്കൂർ പഠിക്കണം, ഉറക്കമൊഴിച്ച് പഠിക്കണം, എന്നാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ പഠിച്ച ഒരാളല്ല. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് പാലക്കാട് ഒറ്റപ്പാലം ചിനക്കത്തൂർ ക്ഷേത്രത്തിൻ്റെ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ്. ഇവിടെ പൂരമൊക്കെ കഴിഞ്ഞ് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന പോലെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ആദ്യത്തെ നിരവധി റാങ്കുകൾ നേടി എൻട്രി ഒന്നാമതെത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 26ാം റാങ്ക് നേടിയ അജയൻ, ഒറ്റപ്പാലം സ്വദേശിയാണ്. അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അജയൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സർ. താങ്ക് യു എൻട്രി. നല്ല വിശേഷമാണ്, സുഖമായിട്ട് പോകുന്നു. സാറ് പറഞ്ഞ പോലെ പൂരമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് ഈ യൂണിവേഴ്സിറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. 26 റാങ്ക് നേടാൻ വേണ്ടി കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ റാങ്ക് നേടാൻ എന്നെ സഹായിച്ച എൻട്രിക്കും എൻട്രിയിലെ അധ്യാപകന്മാർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അജയൻ ഇപ്പം LGS ആയിട്ട് ജോലി ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 26 റാങ്ക് നേടി ഇപ്പോൾ അടുത്തൊരു പുതിയ കടമ്പയിലോട്ട് കടക്കാൻ പോകുന്നു. അപ്പം ഈ PSCയുടെ പഠനത്തിലേക്കുള്ളൊരു കടന്നുവരവ് അതെങ്ങനെയായിരുന്നു? അത് ഞാൻ ആ കൊറോണ ടൈമിൽ ഞാൻ കോളേജിൽ നിന്ന് ബിടെക് പാസ് ഔട്ട് ചെയ്തിട്ട് ഒരു IT വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം കഴിഞ്ഞ് ഭാവിയിൽ വീണ്ടും പുറത്ത് പോകേണ്ടി വരും. ബാംഗ്ലൂരായിരുന്നു കമ്പനി. അപ്പോൾ പുറത്തോട്ട് പോകേണ്ടി വരും. അപ്പോൾ സർക്കാർ ജോലി ആണെന്ന് വെച്ചാൽ നാട്ടിൽ തന്നെ നിൽക്കാമല്ലോ. എനിക്ക് നാട്ടിൽ നിൽക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സർക്കാർ ജോലിക്ക് മെയിനായിട്ട് കടന്നത്. പിന്നെ ഒരു പെർമനൻറ്റ് ജോബ്, ഇപ്പോഴും ലൈഫ് സെറ്റിലാണ്, അങ്ങനെയുള്ള ഗവൺമെൻറ് ജോലി. അപ്പോൾ IT-യിലെ വർക്കിൻ്റെ പ്രഷറും എല്ലാം കൊണ്ടും എനിക്ക് ഗവൺമെൻറ് ജോലിയിലേക്ക് ഒരു ഉത്തേജനമായിരുന്നു. അതാണ് അതിൻ്റെ ശരി. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു സംശയമുണ്ട്. LGS ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഡിഗ്രി നിലവാരമുള്ള ഒരു പരീക്ഷ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളത്, അത് അവർക്ക് വേണ്ടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും? അല്ല, അത് പലപ്പോഴും എന്നോട് ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. കാരണം LGS ആയിട്ട് എങ്ങനെ ഡിഗ്രി ഉള്ളവർക്ക് LGS പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ LGS അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യായിരുന്നു. ഡിഗ്രി പാസ് ഔട്ട് ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ ഡേറ്റിന് മുന്നേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഡിഗ്രി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് എഴുതിയതായിരുന്നു. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ ഡിഗ്രി നിലവാരമുള്ളൊരു പരീക്ഷയാണ്. അപ്പോൾ ഈ PSCയുടെ മാറുന്ന രീതി, അല്ലെങ്കിൽ PSC മാറിയതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആശങ്കയോട് കൂടെ കണ്ട ഒരു പരീക്ഷയായിരുന്നു, ആശങ്കയോട് കൂടെ എഴുതിയ ഒരു പരീക്ഷയായിരുന്നു. ആ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ നമ്മുടെ എൻട്രി ആപ്പിലൂടെയാണ് LGSലേക്ക് വന്നത്. എൻട്രി ആപ്പിലൂടെയാണ് ഡിഗ്രി ഇപ്പം 26 റാങ്ക് നേടിയിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ എൻട്രി എങ്ങനെ പ്രയോജനപ്പെട്ടു? എൻട്രി തീർച്ചയായിട്ടും എൻ്റെ PSCയിലേക്കുള്ള ഒരു ബാലപാഠം തന്നത് എൻട്രി തന്നെയാണ്. കാരണം എൻട്രിയിൽ ഞാൻ ഫ്രണ്ട്സായിട്ട് നോക്കുമ്പോൾ എൻട്രിയിൽ വെച്ചിട്ട് നോക്കി, നമ്മുടെ കൂടെ വേറെ അനിൽ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു. ആ ചേട്ടൻ ഇപ്പോൾ CPI കയറി, ആളും എൻട്രി തന്നെ പഠിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ ഞങ്ങൾ കമ്പൈനായിട്ട് പഠിക്കുമ്പോൾ എൻട്രിയിലൂടെയൊന്ന് ഞങ്ങൾ കണക്ട് ആയതും പഠിച്ചു തുടങ്ങിയതും എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഡിഗ്രി ലെവലിൽ ഇപ്പോൾ മാറിയ PSCക്ക് പറ്റിയ പുതിയ സാറുമാരെല്ലാവരും വന്നു. നല്ല നല്ല ക്ലാസ്സുകൾ ഇപ്പോൾ ഡിഗ്രി ലെവലിനെ ഒത്ത് ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഡിഗ്രി ലെവലിൽ കുറച്ചും കൂടി എൻട്രി വളരാമെന്ന് ഞാൻ അന്ന് മീറ്റപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻട്രി ആ ലെവലിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് യൂണിവേഴ്സിറ്റി നേടാനും അതിന് കഴിഞ്ഞത്. അപ്പോൾ നല്ല നല്ല മികച്ച അധ്യാപകരുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റായിട്ട് ഡെയിലി വരുന്ന എക്സാമുകളും എല്ലാം എന്നെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അധ്യാപകരുടെ ക്ലാസ്സുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? എല്ലാവരും മികച്ച അപ്പോൾ സാറിൻ്റെ തന്നെ ആയാലും ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഉറപ്പായിട്ട്. കാരണം ഇംഗ്ലീഷിൽ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ബിടെക് കഴിഞ്ഞുകൊണ്ട് എനിക്കൊരു തോന്നുന്നുണ്ട് ഇംഗ്ലീഷൊക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന്. പക്ഷേ ഉറപ്പായിട്ട് ഈ പ്രിപ്പോസിഷൻസ് ഒക്കെ എപ്പോഴും തെറ്റുന്ന സംഭവങ്ങളാണ്. പക്ഷേ സാറിൻ്റെ ഒക്കെ ആ ഒരു കോഡും സാറിൻ്റെ ഒരു 10 മിനിറ്റ് ക്ലാസ് നമുക്ക് ആ ഒരു ടോപ്പിക്ക് കറക്റ്റായിട്ട് കിട്ടിയ പോലെ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് ഇല്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ LD നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ LDക്ക് എല്ലാത്തിനും. അപ്പോൾ സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് ആയാലും പ്രദീപ് സാറ്, മറ്റേ സുജയ് സാറ്, പിന്നെ നമ്മുടെ പുതിയതായിട്ട് വന്ന ജോഗ്രഫിയുടെ മാഡം റിനോ മാഡത്തിൻ്റെ ജോഗ്രഫി ക്ലാസ്, അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ച പ്രിയദർശൻ സാർ, എല്ലാവരുടെയും ക്ലാസ്സുകളെല്ലാം ഡിഗ്രി ലെവലിനും സാറ് 10th ലെവലിൽ പഠിപ്പിക്കുന്നതടക്കം ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിപ്പിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല എക്സാമുകൾക്ക് ആ സമയത്ത് വന്ന ഡിഗ്രി പ്രീമിയംസ് എൻ്റർലി ചേഞ്ച് ആയിട്ട് വന്നൊരു എക്സാം വരുന്നു. പക്ഷേ എനിക്ക് സാറിൻ്റെ ക്ലാസ് 10th ലെവലിൻ്റെ ക്ലാസ്സിന് വരെ ഡിഗ്രിക്ക് വരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അങ്ങനെ എല്ലാവരും നല്ല
നല്ല കുറച്ച് നല്ല സിൻസിയറായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അധ്യാപകരുടെ ഒരു കൂട്ടം തന്നെ നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ പ്രത്യേകിച്ച് നല്ല കട്ടിയായിരുന്നു എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ എല്ലാവരും അഭിപ്രായം വന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ കണ്ടപ്പോൾ എന്ത് തോന്നി, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? അത് സത്യം പറഞ്ഞാൽ എനിക്ക് അത് കണ്ടപ്പോൾ ടെൻഷൻ തോന്നിയില്ല. കാരണം ഓൾറെഡി അങ്ങനത്തെ എക്സാം ആണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അതെ, എക്സാം ടഫ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിയാലോ. ഇപ്പൊ എക്സാം ടഫായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്കൊരു ടെൻഷൻ ആയിരുന്നില്ല. പിന്നെ എനിക്ക് ഞാൻ സെക്രട്ടേറിയറ്റിന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്രട്ടേറിയറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റി എങ്ങനെയെങ്കിലും നേടണം എന്ന് വെച്ച് ഞാൻ പരമാവധി പരിശ്രമിച്ചാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻറ്റോട് കൂടിയാണ് എക്സാം അറ്റൻഡ് ചെയ്തതും. ടഫ് ക്വസ്റ്റ്യൻസ് ഞാൻ നന്നായിട്ട് വായിച്ച് കുറേ എക്സാം എഴുതിയ പരിശീലനം കൊണ്ട് തന്നെ നന്നായി വായിച്ച് ചെയ്യാൻ പറ്റി, എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റി. ഓക്കെ, അപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? ഇനി ഏതെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇനിയും എക്സാമുകൾ എഴുതണം എന്ന് ആഗ്രഹമുണ്ട്. ശരിയാണ്, നല്ലൊരു ലിസ്റ്റ് വന്നപ്പോൾ പഠിത്തം കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ജോലിയുടെ കുറച്ച് തിരക്കും കാരണമായിട്ട്. പക്ഷേ ഇനി വരുന്ന ഡിഗ്രി ലെവലിൽ നല്ല എക്സാമുകൾ LSCS ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ എക്സാമുകൾ എഴുതണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇപ്പം ഡിഗ്രി നിലവാരമുള്ള കുറച്ച് ഹൈ പ്രൊഫൈൽ ജോലികളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഉറപ്പായിട്ടും നല്ല അടിപൊളി സൂപ്പർ ജോലിയാണ്. എനിക്ക് താല്പര്യമുണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. കാരണം നമ്മുടെ ഹൈക്കോർട്ടിലൊക്കെ നല്ല ഒരു ഹൈ പ്രൊഫൈൽ ജോലിയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ശ്രമിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ ഒരു തയ്യാറെടുപ്പ് തന്നെ മതിയാവും. അതായത് ഇത് എനിക്ക് തോന്നുന്നു GK അതുപോലെ തന്നെ എല്ലാം ഇംഗ്ലീഷും എല്ലാം അതുപോലെ ഇംഗ്ലീഷിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരീക്ഷ കൂടിയാണ്. ഓക്കെ, ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ ഏകദേശം 5 ലക്ഷത്തോളം ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അതിൽ 750-800ഓളം പേരാണ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ആ ലിസ്റ്റിൽ വന്നതിൽ 26ാം റാങ്ക് നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അറിയാം. 26ാം റാങ്ക് നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാൻ എങ്ങനെയായിരുന്നു? ഈ ആദ്യ റാങ്കിലേക്ക് എത്താൻ താങ്കളെ നയിച്ച ആ പ്ലാൻ എങ്ങനെയായിരുന്നു? PSC നേടാൻ അല്ലെങ്കിൽ ഇത്രയും മികച്ചൊരു റാങ്ക് നേടാൻ എന്നെ സഹായിച്ചത് എനിക്കത് നേടണം എന്നുള്ളൊരു വാശി തന്നെയാണെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം നമ്മളൊരു ജോലി നേടണം എന്ന് നമ്മൾ വാശിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വഴികൾ മൊത്തം നമ്മൾ കണ്ടെത്തും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം PSC പഠിക്കുന്നവർ പലരും PSC ഒരു സർക്കാർ ജോലി നേടണമെന്ന് പലരും ആഗ്രഹമുള്ളവരായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് മുന്നേ നടക്കുന്നവരുണ്ട്. പക്ഷേ അതൊരു അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരാണ് ശരിക്കും ഈ ലിസ്റ്റിൽ ഫ്രണ്ടിൽ വന്ന് ജോലി നേടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്കതൊരു അത്യാവശ്യമാണ് എങ്കിൽ, ഇത് ആണെങ്കിൽ നിങ്ങൾ കഠിനമായിട്ട് ശ്രമിക്കണം. കാരണം ഒരിക്കലും എളുപ്പമല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന ടൈം മാക്സിമം, കിട്ടുന്ന റിസോഴ്സസ് പരമാവധി യൂസ് ചെയ്യുക. ഒന്നിലേക്ക് മാത്രം ചുരുങ്ങാതെ അതായത് ഏതെങ്കിലും ഒരു ബുക്ക് കിട്ടിയാൽ ഈ ബുക്കിൽ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ന് തോന്നാതെ കിട്ടുന്ന പരമാവധി റിസോഴ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ എക്സാം കിട്ടുന്ന ടെസ്റ്റ് സീരീസോ അല്ലെങ്കിൽ എക്സാമുകളൊക്കെ ചെയ്ത് മുന്നിലോട്ട് വരണം. പിന്നെ ടൈമിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ടൈം ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം 12 മണിക്കൂർ പഠിക്കണം, 15 മണിക്കൂർ പഠിക്കണം, ഉറക്കമൊഴിച്ച് പഠിക്കണം, എന്നാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ പഠിച്ച ഒരാളല്ല. ഞാൻ ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടില്ല. രാത്രി 3 മണിക്കോ 4 മണിക്കോ എനിക്ക് പഠിച്ചിട്ടില്ല. ഞാൻ അത് പറഞ്ഞിട്ട് ചിലർക്ക് തോന്നും ഞാൻ നുണ പറയുമായിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഉച്ചയ്ക്കാണ് ഇരുന്ന് പഠിക്കാൻ സമയത്ത് നിങ്ങൾ ഉച്ചയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ മതി. അല്ലാണ്ട് ഇപ്പോൾ രാത്രി തന്നെ പഠിച്ചുകൊണ്ട് റാങ്ക് കിട്ടുന്നത്. കാരണം എക്സാം ഹോളിൽ രാത്രിയാണോ ഉച്ചയ്ക്കാണോ പഠിച്ചതെന്ന് ആരും ചോദിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കല്യാണത്തിന് പോകണം. കല്യാണത്തിന് പോയി വന്നതിന് ശേഷം പോയി അവിടെ സ്പെൻഡ് ചെയ്യുന്ന 2 മണിക്കൂർ നിങ്ങൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. അല്ലാണ്ട് എല്ലാം കളഞ്ഞ് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇതായി ഇരുന്ന് ടെൻഷൻ അടിച്ച് പഠിച്ച് ആ ഒരു സിറ്റുവേഷൻ തന്നെ ഒരിക്കലും നമുക്ക് കാര്യങ്ങൾ പഠിച്ചത് ഓർത്ത് വയ്ക്കാനോ ഒന്നിനും തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക, പക്ഷെ പഠിക്കണ നേരം നന്നായി എഫേർട്ട് ഇട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അജയ്, വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ അജയന് മാത്രമല്ല സന്തോഷിക്കാനും അഭിമാനിക്കാനും വകയുള്ളത്, ഞങ്ങൾ എൻട്രി ടീമിന് മൊത്തം അഭിമാനിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാം അഭിമാനിക്കാൻ വകയുള്ളൊരു കാര്യമാണ് ഈ അജയൻ്റെ വിജയം എന്ന് പറയുന്നത്. കാരണം ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അധ്യാപകരുടെ ഇടയിൽ നടന്നൊരു ഡിസ്കഷൻ അടുത്ത റാങ്ക് ഹോൾഡേഴ്സ് മീറ്റിനുള്ള സമയമായി എന്നാണ്. കാരണം ഇത്രമാത്രം റാങ്കുകൾ, ഇപ്പം 10ഉം 15ഉം ഒക്കെ റാങ്കുകൾ, ആ ആദ്യത്തെ എല്ലാ റാങ്കുകളും നമ്മൾ വാരി കൂട്ടിയിട്ടുണ്ട്. അതും ഡിഗ്രി നിലവാരമുള്ള ഒരു പരീക്ഷ. അപ്പം ഡിഗ്രി നിലവാരമുള്ള ഒരു പരീക്ഷയ്ക്ക് എത്രമാത്രം പ്രതീക്ഷയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മളിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു തെളിവാണത്. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ പാലക്കാട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ ഇവിടെ വന്നതും അജയനെ നേരിട്ട് കാണാൻ സാധിച്ചതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അജയൻ്റെ വാക്കുകൾ ഞങ്ങൾക്കല്ല, മറിച്ച് ഇനി വരാൻ പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇപ്പം ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയെ വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റു നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൻട്രിയിലുണ്ട്. അവർക്ക് എല്ലാവർക്കും അജയൻ്റെ വിജയം തീർച്ചയായിട്ടും ഒരു പ്രചോദനമായിരിക്കും. അവരെല്ലാവരും അജയൻ്റെ വാക്കുകൾ കേൾക്കും, അജയനെക്കുറിച്ച് അവർ തീർച്ചയായിട്ടും അന്വേഷിക്കും. അങ്ങനെ എല്ലാവിധ
ഭാവുകങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇനി വരാൻ പോകുന്ന ഇപ്പം അജയനെ ഏതാനും ദിവസങ്ങൾക്കകം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നു. അപ്പം തൻ്റെ കർമ്മപഥത്തിൽ ഒരുപാട് ശോഭിക്കുവാനും ആഗ്രഹിച്ച ഒരുപാട് ഹൈറ്റുകൾ, ഇനി ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ ആഗ്രഹിച്ച എല്ലാ ഹൈറ്റുകളിലും എത്തിച്ചേരട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻട്രിയുടെ എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക് യു സർ. താങ്ക് യു എൻട്രി. ആദ്യമായി തന്നെ ഇത്ര ദൂരെ നിന്ന് ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എന്നെ ആശംസിക്കാനും എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര ദൂരം വന്ന അതിരാവിലെ തന്നെ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി വന്ന എൻട്രി ടീമിന് എല്ലാവരോടും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇപ്പം പോരാത്തിന് നമ്മൾ എന്തെങ്കിലും നേടി എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ തരത്തിലുള്ള പലതരത്തിൽ വരുന്ന നമുക്ക് ആശംസകളും മറ്റുമാണ് നമുക്ക് നമ്മളെന്തോ നേടി, നമ്മുടെ കഴിവ് പ്രകടിപ്പിച്ചു എന്ന് തോന്നുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. എനിക്ക് LGS മീറ്റപ്പിന് വന്നപ്പോൾ അതാണ് തോന്നിയിട്ടുള്ളത്. കാരണം അതുവരെ ഇപ്പോൾ LGS 6ാമത്തെ റാങ്ക് നേടിയെന്ന് വിചാരിച്ചപ്പോഴും ആ ഒരു മീറ്റപ്പിന് വന്ന ആ സ്റ്റേജിൽ കയറി ആ മൊമെൻ്റൊക്കെ വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു അഭിമാനം അത് വളരെ വലുതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്നെ സഹായിച്ച, അതുപോലെ തന്നെ എന്നെ പഠിക്കാൻ എൻ്റെ പഠന രീതിയിലും എന്നെ സഹായിച്ച എൻട്രി ടീമിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. Okay, thank you very much. Wish you all the best. Thank you, sir.